ടി വിയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അത് കുറഞ്ഞത് അറിയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും ഒരുപാട് വലിയ വലിയ ചാനൽസ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പുതിയ പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട്. വലിയ ബുദ്ധിയുള്ളവരാരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, വേറെ ചില ഉദ്ദേശത്തിന് വേണ്ടി ചിലരൊക്കെ ചെയ്യുന്നില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റർടൈൻമെന്റ് ചാനലുകൾ ഏതെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഈ ടെലിവിഷൻ ചാനലുകളെ ന്യൂസ് ചാനലുകളാ തുടങ്ങിയെന്ന് പറയുന്നത്. ആ ന്യൂസ് ചാനലിലെ ന്യൂസ് പോലും നിങ്ങൾ കണ്ടത് എവിടെയാ? മൊബൈൽ ഫോണിലല്ലേ. തീർച്ചയായിട്ടും. പിന്നെ മൊബൈൽ ഫോണിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇന്നൊരു കാര്യം നടക്കണമെങ്കിൽ എവിടെയാണ് ആളുകൾ പരസ്യം ഇടുക? നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയ ഒരു സാധനം അല്ലേ. ഈ ചാനലുകൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ കേരളത്തിലെ അവർക്ക് ആവശ്യം ഒരു കാര്യം വന്നാൽ പരസ്യം ചെയ്യുന്ന എവിടെയാ? അവരുടെ വാർത്താ പ്രസിദ്ധീകരണത്തിലല്ല, സോഷ്യൽ മീഡിയയിലാണ്. ചന്ദ്രനിൽ പോയതിന്റെ ഒക്കെ ഒരു കാര്യത്തിനെ പറ്റി സർ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടുന്ന് പോവാൻ ഭയങ്കര പാട് വരികയും പിന്നെ അവിടുന്ന് വളരെ സിമ്പിളായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായി. അപ്പൊ ശരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ എന്താ തോന്നുക? പലപ്പോഴും നമ്മൾ നോക്കിയേ, പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന ചില കമന്റ് കേട്ട് കഴിയുമ്പോൾ അയ്യെന്ന് നമുക്ക് തന്നെ തോന്നാറില്ലേ? ഇയാൾ എന്ത് മണ്ടത്തരം ഈ പറയുന്നതെന്ന് തോന്നാറില്ലേ? അതിന്റെ അർത്ഥം എന്നാ? ഇവര് നമ്മളെക്കാൾ താഴെയാണെന്നല്ലേ അത് വരുന്നൊരു മെസ്സേജ്. ലോകത്തുള്ള വിദേശ രാജ്യങ്ങളുള്ള എല്ലാവർക്കും കേരളം കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ, വിദേശികൾ വരുന്നതിൽ വലിയ പ്രധാന കാരണം ഇവിടുത്തെ ടൂർ കമ്പനികളും ഇവിടുത്തെ റിസോർട്ടുകളും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടത്തുന്ന പ്രചാരണവും അവിടെ നടത്തുന്ന ക്യാമ്പയിൻ്റെയും പേരിൽ ആളുകൾ വരുന്നതാണ്. ഈ കോവിഡിന് ശേഷം കേരളത്തിലേക്ക് വിദേശികളുടെ വരവ് കുറഞ്ഞു, ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് മുഴുവൻ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു ഫാസിനേറ്റിംഗ് ഡെസ്റ്റിനേഷൻ അല്ലാതായിട്ടുണ്ട് കേരളം ഇപ്പോൾ. കാരണം അവരെ എക്സൈറ്റ് ചെയ്യുന്ന കാഴ്ചകൾ, പച്ചപ്പും കായലും പ്രകൃതി എന്ന് പറയുന്നത് നിങ്ങൾ ആരെയോടെയാണ് കാണിച്ച് പേടിപ്പിക്കുന്നത്? സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നവനെയോ? നമ്മൾ ലോകം കുറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, സൗന്ദര്യബോധത്തോടെ കാലത്തിനനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സാറിന് ഹോം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം? ഇത് നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ നാട്ടുകാർ, എൻ്റെ കൂടെ പോരുന്ന എൻ്റെ പ്രേക്ഷകർ, ഇതെല്ലാം കൂടെ ചേർന്ന എൻ്റെ ലോകം. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ടി വി കാണുന്ന, ചാനലിൽ കാണുന്ന ഒരു പ്രവണത കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈവൻ ഫാമിലി ഓഡിയൻസിനെ പറ്റി പറയുന്നില്ല, ഒരു ന്യൂ ജനറേഷൻ പീപ്പിളിനെ പറ്റി വളരെ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്കിപ്പം ടി വിയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അത് കുറഞ്ഞത് അറിയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും ഒരുപാട് വലിയ വലിയ ചാനൽസ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പുതിയ പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട്. വലിയ ബുദ്ധിയുള്ളവരാരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, വേറെ ചില ഉദ്ദേശത്തിന് വേണ്ടി ചിലരൊക്കെ ചെയ്യുന്നില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റർടൈൻമെന്റ് ചാനലുകൾ ഏതെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഈ ടെലിവിഷൻ ചാനലുകളെ ന്യൂസ് ചാനലുകളാ തുടങ്ങിയെന്ന് പറയുന്നത്. ആ ന്യൂസ് ചാനലിലെ ന്യൂസ് പോലും നിങ്ങൾ കണ്ടത് എവിടെയാ? മൊബൈൽ ഫോണിലല്ലേ. തീർച്ചയായിട്ടും. പിന്നെ മൊബൈൽ ഫോണിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞ അതായത് ചാനലുകൾ മാത്രമല്ല, ഈ ചാനലുകൾക്ക് പരസ്യം കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് പഴയ ജനറേഷനിലുള്ള ആളുകൾ. അവരും ഇപ്പൊ ചാനലുകൾക്ക് കുറേശ്ശെ പരസ്യം കൊടുക്കുന്നുണ്ട്. അതും വലിയ താമസിയാതെ നിൽക്കും. കാരണം ഗൂഗിളിന് പരസ്യം ചെയ്താൽ കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ പരസ്യം ഇട്ടാൽ പോരെ. ഇന്നൊരു കാര്യം നടക്കണമെങ്കിൽ എവിടെയാണ് ആളുകൾ പരസ്യം ഇടുക? നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം അല്ലേ. ഈ ചാനലുകൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ കേരളത്തിലെ അവർക്ക് ആവശ്യം ഒരു കാര്യം വന്നാൽ പരസ്യം ചെയ്യുന്ന എവിടെയാ? അവരുടെ വാർത്താ പ്രസിദ്ധീകരണത്തിലല്ല, സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ ബേസ് ചെയ്തിട്ടുള്ള കാലത്തിലേക്ക് തലമുറ മാറി എന്നുള്ള ഒരു വാസ്തവല്ലേ, സത്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അവിടെ തന്നെ പഴയ സ്ഥലത്ത് തന്നെ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അത് ന്യൂസ് ചാനൽസിന്റെ ആകുമ്പോൾ നമുക്ക് തന്നെ പറയാം. പക്ഷെ അത് ആ ന്യൂസ് ചാനലിലെ ന്യൂസ് നിങ്ങൾ കാണുന്നത് എവിടെയാണ്? അല്ല, ഞാൻ കാണുന്നത് മൊബൈലിലാണ്. ഞാനും കാണുന്നത് മൊബൈലാണ്. എനിക്ക് പരിചയമുള്ള ഒരു മുഴുവൻ കണ്ടതും അതിനകത്താണ്. പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് ആൾക്കാർ ടി വി കാണുന്നുണ്ട്. കുറച്ച് പ്രായമായ ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരെയാണ് നിങ്ങൾക്ക് സ്വാധീനിക്കേണ്ടതെങ്കിൽ അവർ മരിക്കുവോളം നിങ്ങൾക്ക് ചാനൽ കൊടുക്കും. പക്ഷെ അവരും ഇപ്പോ മൊബൈലും യൂട്യൂബും ഉപയോഗിച്ചു തുടങ്ങി. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവില്ല അവരുടെ വീട്ടിൽ എത്ര പേര് ടി വി കാണുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു തീരുമാനം അല്ലത്. ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അറിയാം ബ്രോഡ്കാസ്റ്റ് ചാനലുകളുടെ ഭാവി ഇനി എത്ര കാലം ഉണ്ടെന്ന്. അതിലേക്ക് ഇനിയും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും കാരണമെന്ന് അജ്ഞാതമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിലൊരാളിങ്ങനെ പറഞ്ഞ കാര്യമാണ്, അതായത് ചന്ദ്രനിൽ പോയതിന്റെ ഒക്കെ ഒരു കാര്യത്തിനെ പറ്റി സർ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടുന്ന് പോവാൻ ഭയങ്കര പാട് വരികയും പിന്നെ അവിടുന്ന് വളരെ സിമ്പിളായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായി. അപ്പൊ ശരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ എന്താ തോന്നുക? ചന്ദ്രൻ തന്നെയല്ലേ അത് പറഞ്ഞത്?
അതെ, അതായത് ചന്ദ്രനിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് മിസൈൽ റോക്കറ്റ് വിടുന്ന സമയത്ത് അത് ഭയങ്കര ഹ്യൂജ് ഒരു പ്രൊസീജിയറാണ്. അതായത് അതിൻ്റെ കുറേ കാര്യങ്ങൾ പുറത്തിവിടെ വന്ന് വീഴുന്നു, അതിന് കുറേ ചിലവാകുന്നതിനൊക്കെ പറ്റിയിട്ട്. പക്ഷെ ആ പോയ സാധനം അവിടെ കുറച്ച് നാൾ കറങ്ങി തിരിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും ചന്ദ്രനിക്കൊന്നും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയണ്ടായി. അപ്പം സാറിൻ്റെ ഒരു തോട്ട് എന്താണ് ഇതിൽ? ഞാൻ ഈ ചന്ദ്രനിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചന്ദ്രയാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമുണ്ട്, അതിനെക്കുറിച്ച് ഒരു ഫിലിം ചെയ്തയാളാണ് ഞാൻ. 2010 ഇംഗ്ലീഷിലായിരുന്നു ആ ഫിലിം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ല ഗവേഷണം നടത്തിയ ആളാണ്. ISROയിൽ പോയി പഠിച്ച ഒരാളാണ് ഇതിനെക്കുറിച്ച് തന്നെ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അത്. ആയതുകൊണ്ടാണ് ഇത് റോക്കറ്റിലല്ല ചന്ദ്രനിലേക്ക് പോകുന്നത്. നമ്മളുടെ ഭൂമിയുടെ ഒരു എന്താണ് ഒരു ആകർഷണ വലയത്തിന് പുറത്തേക്ക് സ്പേസിലേക്ക് ഈ ബഹിരാകാശ വാഹനത്തെ എത്തിക്കുന്ന ജോലി മാത്രമാണ് ഈ റോക്കറ്റിനുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ബഹിരാകാശ വാഹനം റോക്കറ്റിൽ നിന്ന് വേർപെടും. ഈ വാഹനം വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ഈ ഭൂമിക്ക് ചുറ്റും ഇട്ട് കറക്കും കുറച്ച് ദിവസം. മനസ്സിലായില്ലേ? കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ISRO അത് ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തണം. ഇത് എല്ലായിടത്തും അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ചെയ്യുമോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് സ്പേസിൽ വെച്ചാൽ. അതല്ലെങ്കിൽ അമേരിക്കയൊക്കെ വിട്ടത് ഒത്തിരി ദിവസമൊന്നും ഇല്ല, 1-2 കറക്കം കഴിഞ്ഞ് 35,000-40,000 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ഇത് കറങ്ങുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ കറങ്ങിയിട്ട് ഇവനെ ഈ ഭൂമിയുടെ ഭ്രമണത്തിൽ നിന്ന് ഇവനെ വീണ്ടും അങ്ങോട്ട് വിടും. ഇവൻ പയ്യെ കുറെ ഓടി ഈ കറക്കം ഈ കറക്കം തുടർന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ എന്താണ് അപ്പോജി പെരിജി എന്ന് പറയും. അതായത് ഏറ്റവും ഭൂമിയുടെ ഇങ്ങനെ കറങ്ങുമ്പോഴും ഒരറ്റം ഭൂമിയുടെ അടുത്ത് വരും. ഇങ്ങനെയായിരിക്കും അത് കറങ്ങുക. ഇത് ഭൂമിയാന്നിരിക്കട്ടെ, ഇങ്ങനെയായിരിക്കും കറങ്ങുക. ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ കറക്കം. അപ്പോൾ ഇവിടെ അടുത്ത് വരുമ്പോൾ ഭൂമിയുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ കമാൻഡ് എല്ലാം ഫീഡ് ചെയ്യും. പിന്നെ വീണ്ടും ആകാൻ പോകും, പോയിട്ട് തിരിച്ചു വരും. വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും നമ്മൾ കമാൻഡ്സ് ഇവന് കൊടുക്കാനുള്ള കമാൻഡ്സും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് കൊടുക്കും. വീണ്ടും പോകും. ഇങ്ങനെ ഓടി ഒരു ഘട്ടം എത്തുമ്പോൾ ഇവനെ അവിടുന്ന് നേരെ തിരിച്ചിട്ട് ഒരു ഷേപ്പിൽ അവൻ തിരിച്ച് ചന്ദ്രന്റെ ഓർബിറ്റിലേക്ക് കറക്കും. പിന്നെ അവിടെ അതുപോലെ തന്നെയാണ് ചന്ദ്രന്റെ ഓർബിറ്റിലും. ഇത് ചന്ദ്രനാണെന്നിരിക്കട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ ഇങ്ങനെ വന്ന് ഇവിടെ കറങ്ങി ഇങ്ങനെ അടുത്തടുത്ത് വന്ന് പിന്നെ ചന്ദ്രന്റെ ചുറ്റും എത്തും. അവിടെ കറങ്ങിയാണ് അവിടെ ലാൻഡ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഈ ലാൻഡ് ചെയ്യുന്നത് പോയ വാഹനമല്ല, മനുഷ്യനുമായിട്ടാണ് പോകുന്നതെങ്കിൽ. ഇപ്പം മറ്റേ നീൽ ആംസ്ട്രോങ് ഒക്കെ പോയതോ അല്ലെങ്കിൽ അപ്പോളോ 13, 14 ഒക്കെ വരെയുള്ള പലതും പോകുന്നത് 2 വെഹിക്കിൾസാണ്. ഒന്നൊരു ഓർബിറ്ററുണ്ട്, അവൻ സ്ഥിരം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ചന്ദ്രൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനകത്തുനിന്ന് ഒരു ലാൻഡർ വെഹിക്കിൾ താഴോട്ട് ഇറങ്ങും. അതിൽ റോക്കറ്റുണ്ട്. ഇവൻ താഴേക്ക് പോയി റോക്കറ്റ് കത്തിച്ചാണ് ലാൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി ഇടിച്ചിറങ്ങുമല്ലോ. മൂണിനും ഗ്രാവിറ്റി ഉണ്ട്, തീരെ കുറവാണ് ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ഉള്ളൂ. അവിടെ ഇറങ്ങി തിരിച്ച് റോക്കറ്റ് കൊണ്ട് തന്നെ കത്തിച്ച് അവൻ ചന്ദ്രൻ്റെ എന്താണ് ഓർബിറ്റിൽ കയറി ഈ വാഹനമായിട്ട് കണക്ട് ചെയ്ത് തിരിച്ചു വരും. തിരിച്ച് ഇവിടെ വന്ന് ഇവൻ ഇതേപോലെ തന്നെ ലാൻഡ് ചെയ്യും. ഇങ്ങനെ വന്ന് ഭൂമിയുടെ ഭ്രമണത്തിൽ കയറി ഇതേപോലെ തന്നെ പല നീണ്ട പ്രോസസ്സിലൂടെ കറങ്ങി അടുത്തടുത്തടുത്ത് ഭൂമിക്ക് ചുറ്റും ദൂരം കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ഏതെങ്കിലും കടലിൽ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏതെങ്കിലും കടലിൽ കൊണ്ടുവന്ന് ചാടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് ഈ പത്രം വായിച്ചും ടിവിയിലെ റിപ്പോർട്ടർമാർ പറയുന്ന കഥ കേട്ടിട്ട് വളരെ എളുപ്പം തോന്നുന്നു. അപ്പം അതുപോലെ മലയാളികൾ അല്ലെങ്കിൽ കേരളം എന്നുള്ളത് കുറച്ചിങ്ങനെ എന്താ പറയാ ഫാസിനേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു റീസൺ എന്തായിരിക്കും? പുറം രാജ്യങ്ങളിൽ മലയാളി മോശക്കാരനല്ലല്ലോ. അല്ല, മലയാളിയെ നിങ്ങൾ വേറെ ലോകത്തിലെ പ്രൊഫഷണലായിട്ട് ഓടുന്ന ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയിട്ട് നോക്കിയേ, അവൻ അവിടുത്തെ ഏറ്റവും മിടുക്കനായിട്ട് വാഴാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്ന ഒരു സമൂഹമാണ്. അത്യാവശ്യം പിന്നെ ചില കുഴപ്പങ്ങളുണ്ട് മലയാളിക്ക്, അത് പോട്ടെ, അത് ഏത് സമൂഹത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ബ്രില്യൻസ് കുറവുണ്ടെന്ന് പറയാൻ പറ്റില്ല. മലയാളിക്ക് ഏത് കാര്യവും പെട്ടെന്ന് പഠിക്കും, ഏത് സിസ്റ്റത്തോടും അഡാപ്റ്റഡ് ആവും, പുതിയ ഏത് ടെക്നോളജി അവന് വഴങ്ങും. അത്യാവശ്യം എസ്തെറ്റിക് സെൻസും കലാബോധവും ഒരു നർമ്മബോധവും ഒക്കെ ഉണ്ട് മലയാളിക്ക്. എസ്തെറ്റിക് സെൻസ് കുറവാണെങ്കിലും നർമ്മബോധം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് മലയാളികൾ ഒരു 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 നല്ല സമൂഹം തന്നെയാണ്. പക്ഷേ പ്രശ്നം ഇത്രയാണല്ലോ, മലയാളിക്ക് പ്രോപ്പർ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനം വേണം. മലയാളിയുടെ ലീഡർഷിപ്പ് എല്ലാം ഒരു ആവറേജ് മലയാളിയേക്കാൾ താഴ്ന്ന നിലവാരമുള്ളതാണ്. മലയാളിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, മലയാളിയുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ശരാശരി മലയാളിയേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. അത് തന്നെ ലീഡർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല.
നിങ്ങൾക്ക് വിഷൻ തരുന്ന, നിങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന, നിങ്ങൾക്ക് ആശയങ്ങൾ തരുന്ന ആളുകളായിരിക്കണം. പലപ്പോഴും നമ്മൾ നോക്കിയേ, പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന ചില കമന്റ് കേട്ട് കഴിയുമ്പോൾ അയ്യെന്ന് നമുക്ക് തന്നെ തോന്നാറില്ലേ? ഇയാൾ എന്ത് മണ്ടത്തരം ഈ പറയുന്നതെന്ന് തോന്നാറില്ലേ? അതിന്റെ അർത്ഥം എന്നാ? ഇവർ നമ്മളെക്കാൾ താഴെയാണെന്നല്ലേ അത് തരുന്നൊരു മെസ്സേജ്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കണം ലീഡർ, അല്ലേ? നമ്മളെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ലീഡർ. നമുക്ക് പുതിയ ചിന്തകൾ തന്നുകൊണ്ടിരിക്കണം. നമുക്ക് തെറ്റുപറ്റിയ തിരുത്താനുള്ള ധൈര്യം കാണിക്കണം. ഇവൻ എനിക്ക് വോട്ട് ചെയ്യേണ്ടവൻ, അതുകൊണ്ട് ഇവൻ പറയുന്ന മണ്ടത്തരം ഞാൻ യെസ് എന്ന് പറഞ്ഞേക്കാന്ന് പറയുന്നവൻ ലീഡറല്ല. നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറവാണെന്നാണോ? കുറവുണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അണ്ടർ നല്ലൊരു ലീഡർഷിപ്പ്. അതാണ്, നല്ല പവർഫുൾ ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പണിക്കാരനാണ്. നല്ല സ്കില്ലുള്ള, നല്ല വൈദഗ്ധ്യമുള്ള നല്ലൊരു ഒരു 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 ഹ്യൂമൻ റിസോഴ്സ് നമുക്കുണ്ട്. ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇനി അത് ട്രെയിൻ ചെയ്തെടുക്കണം നമ്മുടെ അടുത്ത ജനറേഷനെങ്കിലും. ഇപ്പോൾ നമ്മുടെ നാട് കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡ്രീം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാൽ കൂടിയിട്ടും ഒട്ടുമിക്ക വെസ്റ്റേൺ ആൾക്കാർക്കും വരണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ഈ പറഞ്ഞ പോലെ ഈ പച്ചപ്പും ഹരിതാപയും മാത്രമാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം മാത്രമാണോ, എന്തെങ്കിലും അവർ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്താണ് കേരളത്തിലുള്ളത്? ലോകത്തുള്ള വിദേശ രാജ്യങ്ങളുള്ള എല്ലാവർക്കും കേരളം കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ, വിദേശികൾ വരുന്നതിൽ വലിയ പ്രധാന കാരണം ഇവിടുത്തെ ടൂർ കമ്പനികളും ഇവിടുത്തെ റിസോർട്ടുകളും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നടത്തുന്ന പ്രചാരണവും അവിടെ നടത്തുന്ന ക്യാമ്പയിൻ്റെയും പേരിൽ ആളുകൾ വരുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം അമേരിക്കയുടെ പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ അമേരിക്കയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ല, ചൈനയുടെ ഒരു പരസ്യം കണ്ടിട്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ചൈന ഏതെങ്കിലും ഒരാൾ ഒന്ന് ക്യാൻവാസ് ചെയ്തിട്ടാവണമെന്നില്ല. നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം ചൈന ഒന്ന് കാണണം, അല്ലെ തായ്ലൻഡിൽ പോകണമെന്ന് തായ്ലൻഡിൻ്റെ പരസ്യം കണ്ടിട്ടാണോ നിങ്ങൾ പോകുന്നത്? അല്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വാഭാവിക ഡെസ്റ്റിനേഷൻ അല്ല ഇവർക്കൊന്നും കേരളം. ഇതെനിക്കറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ ട്രാവൽ കമ്പനികൾ, ഇവിടുത്തെ ട്രാവൽ മാർട്ടുകൾ ലോകത്ത് പലയിടത്ത് നടത്തും. അവിടെയൊക്കെ കൗണ്ടറുകളിട്ട് അവിടെ വരുന്ന ടൂർ ഓപ്പറേറ്റേഴ്സിനെ, ആ രാജ്യത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ 10 പേരെ വിട്ടാൽ ഇത്ര കമ്മീഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവർക്കുള്ള ഓഫറുകളൊക്കെ കൊടുത്താണ് ഈ ആളുകളെ കൊണ്ടുവരുന്നത്. ഇതാണ് സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിന്റെയും പുറകിൽ ഏതോ ഒരു ഏജൻസിയുടെ അധ്വാനം നടക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റിനും വേണ്ടി കമ്മീഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. ടൂർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പല ലെവൽ ടൂർ ഓപ്പറേറ്റേഴ്സ്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്തിട്ട്, ഒരു കാറ് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ പ്രവർത്തനമുണ്ട്, അല്ലേ? മാനുഫാക്ചർ ചെയ്യുന്നവനുണ്ട്, അതിൻ്റെ ഇന്ത്യയിലെ ഡീലറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ലൈസൻസ് എടുത്ത ഏജൻസി ഉണ്ട്, പിന്നെ നിങ്ങളുടെ ലോക്കൽ ഡീലറുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത് ഈ കാർ എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു ടൂറിസ്റ്റ് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അവനെ ഇവിടേക്ക് ആ നാട്ടിൽ നിന്ന് കയറ്റിവിടുന്ന ഒരു ഏജൻസി, ഒരു സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കും, അവരുടെ ആപ്പായിരിക്കും ഇന്നത്. അവർക്കതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രചാര പ്രവണത നടത്തുന്നുണ്ട്. പ്രചാരം നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും വേണ്ടേ? ആരാണ് ഈ പ്രചാരം നടത്തുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിരിക്കാം, ഇവിടുത്തെ ഒരു ടൂർ കമ്പനി ആയിരിക്കാം, ഇൻബൗണ്ട് ടൂർ നടത്തുന്ന ഏതെങ്കിലും ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടായിരിക്കാം. ഈ റിസോർട്ടുകളെല്ലാം വർഷത്തിൽ പലതവണ വിദേശ രാജ്യങ്ങളിൽ പോയി, ട്രാവൽ മാർട്ടുകളിൽ പോയി കേരളത്തെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവർ അവിടുത്തെ ഏജൻസികൾ വഴി, അവിടുത്തെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ വഴി ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ അളവ് കുറഞ്ഞപ്പോഴാണ് ഈ കോവിഡിന് ശേഷം കേരളത്തിലേക്ക് വിദേശികളുടെ വരവ് കുറഞ്ഞു. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് മുഴുവൻ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു ഫാസിനേറ്റിംഗ് ഡെസ്റ്റിനേഷൻ അല്ലാതായിട്ടുണ്ട് കേരളം ഇപ്പോൾ. കാരണം അവരെ എക്സൈറ്റ് ചെയ്യുന്ന കാഴ്ചകൾ, പച്ചപ്പും കായലും പ്രകൃതി എന്ന് പറയുന്നത് നിങ്ങൾ ആരെയോടെയാണ് കാണിച്ച് പേടിപ്പിക്കുന്നത്? സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നവനെയോ? അല്ലെങ്കിൽ മലേഷ്യയും ഇന്തോനേഷ്യയും തായ്ലൻഡും ബാലിദ്വീപും ഒക്കെ കണ്ടിട്ട് വരുന്നവനെയോ? നമ്മൾ ലോകം കുറെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, സൗന്ദര്യബോധത്തോടെ കാലത്തിനനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവർക്കങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല. കേരളം കണ്ടേ 1000 പേര് കേരളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ 10 പേരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ ഇനി ശിഷ്ടകാലം ഇവിടെ ജീവിക്കുന്നു. ഇതിപ്പോൾ നമ്മളവിടെ ചെന്നാലും ഞാനും പറയുന്നല്ലേ. അവർ വന്ന് എയർപോർട്ടിൽ വന്ന് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ രാജ്യം? ആഹാ ബോർന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും ഓടുന്നു. ഇല്ല, ഒരിക്കലില്ല. അപ്പോൾ ആഫ്റ്റർ ഓൾ ദിസ് ഇയേഴ്സ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇത്രയും രാജ്യങ്ങളും സ്ഥലങ്ങളും പിന്നിട്ടിട്ട് സാറിന് ഹോം എന്ന് പറയുമ്പം എന്താണ് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം? ഇത് നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ നാട്ടുകാർ, എൻ്റെ കൂടെ പോരുന്ന എൻ്റെ പ്രേക്ഷകർ, ഇതെല്ലാം കൂടെ ചേർന്ന എൻ്റെ ലോകം. അടിപൊളി. ഇത് കണ്ടപ്പോൾ ചോദിക്കാനും വിചാരിച്ചു, ഈ ഒരു ബിൽഡിംഗ് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോഴാണെങ്കിലും അതെ, നമുക്ക് കാണുമ്പോൾ ഇവിടെ വേറൊരു സ്ഥലത്ത് ചെന്നൊരു മൂഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ആസ്ഥാനം.
ആണ്. അതായത് ഞാൻ എൻ്റെ ഓഫീസ്, എൻ്റെ അതിഥികൾ വന്നാൽ അവർ എൻ്റെ ഒപ്പം താമസിക്കുന്ന ഇവിടെയാണ്. എൻ്റെ ഫാമിലി ഇവിടെയാണ്. പൂർണ്ണമായിട്ടും എൻ്റെ ഫാമിലി ഞാൻ ഇങ്ങോട്ട് മാറി താമസിക്കുന്നില്ല, പക്ഷേ ക്രമേണ ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ ആവും. പക്ഷേ ഇപ്പോൾ ഇവിടെയും അവിടെയൊക്കെ ആയിട്ടാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ ഒരു ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആർക്കിടെക്ചർ? ആർക്കിടെക്ചർ ഞാൻ എപ്പോഴും ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസിക് കെട്ടിടങ്ങൾ കുറേ പണിതിട്ടുണ്ട്, ഹിസ്റ്റോറിക് ബിൽഡിങ്ങുകളുടെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഹെറിറ്റേജ് വില്ലേജ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പരീക്ഷണങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മിനിമലിസ്റ്റ് ഒരു സാധനം, ഏറ്റവും മിനിമൽ സാധനങ്ങൾ കൊണ്ട്, കല്ലും എക്സ്പോസ്ഡ് കോൺക്രീറ്റും ഏറ്റവും മിനിമം ഫെസിലിറ്റിയൊക്കെ കൊണ്ട് എങ്ങനെ ഒരു പരീക്ഷണം. അപ്പോൾ ഇതൊക്കെ ഇതിനിടയ്ക്കുള്ള ചില രസങ്ങളല്ലേ. നമുക്ക് ജീവിക്കാൻ, നമുക്ക് താമസിക്കാനായിട്ട് ഏറ്റവും മിനിമം ഫെസിലിറ്റി കൊണ്ട്, മിനിമം എന്നാൽ അതിന് ക്വാളിറ്റി വേണം, വൃത്തി വേണം, നമ്മളെ എക്സൈറ്റ് ചെയ്യണം, എപ്പോഴും ഒരു പുതുമ വെക്കണം. ഓക്കെ, ഇനി അപ്പം അടുത്തതായിട്ട് സാറിന് എവിടെ വെച്ചിട്ടായിരിക്കും ഒരു യാത്രയിൽ കാണാൻ പറ്റുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ സാറിൻ്റെ അടുത്തൊരു യാത്ര എവിടെയാണ്? എവിടെ വെച്ച് നമ്മൾ കാണുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടേക്ക് പോകുന്നതിനെ നമ്മളല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാനെന്താണെങ്കിലും ഉണ്ടാവില്ല. സാറിനെ ഒരു പക്ഷേ വേറെ ആരെങ്കിലും ഒക്കെ എവിടെ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ എവിടെയായിരിക്കും? എന്നെ പൊതുവെ ആളുകൾ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ സഞ്ചാരത്തിന് ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ച് ആളുകൾ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നിടത്തോളം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമില്ല. ഓക്കെ, എനിക്കത് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഒരു എയർപോർട്ടിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് വലിയ ജാടയ കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും ഈ സ്വകാര്യത വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പണിയെടുക്കുന്ന ആരും കാണേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ എങ്ങനെ പോകുന്നു, ഞാൻ വേർത്ത് കുളിച്ച് മുഷിഞ്ഞാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കുറേ വർത്തമാനം പറയാനോ അന്നേരം ഇതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമ്മുടെ ആളുകൾ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് പോവുക, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. അവിടെ ഞാൻ എപ്പോഴും ഇപ്പോൾ എയർപോർട്ടിൽ പോയി ഇരിക്കുമ്പോൾ പോലും ഞാൻ പറ്റുമെങ്കിൽ ഒരു ഒഴിഞ്ഞ മൂലയ്ക്ക് പോയിരിക്കുന്നത്. ഞാനൊരു പൊതുവെ ഒരു ഇൻട്രോവേർട്ടായ ഒരാളാണ്, ഒത്തിരി ഇടിച്ചു കയറി വർത്തമാനം പറയുന്ന ഒരാളല്ല. ഇങ്ങനെ സംസാരിക്കുമ്പം അത് സംസാരിക്കുന്നത് എനിക്കറിയാം ഒരു മീഡിയയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ തമ്മിൽ രണ്ടുപേരും കൂടെ കണ്ടുപോകണം ഞാൻ ഇത്രയും വർത്തമാനം പറയുന്ന ഒരാളല്ല. നിങ്ങളുടെ ഒരു ചോദ്യം ഒരു പ്രൊഫഷണൽ വേയിൽ ഉള്ളൊരു സംസാരം അല്ലാതെ ഇപ്പോൾ നാളെ നമ്മൾ വേറെ എവിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തൊന്നും പോലും വരില്ല. ചിലപ്പോൾ ഞാൻ അത്ര പലപ്പോഴും ഇങ്ങനെ അത്ര എന്താണ് ഒരു ഇൻട്രോവേർട്ടായ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ പോയി, അല്ലെങ്കിൽ പരിചയമുള്ള ഒരാൾ, ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ മുഖ്യമന്ത്രി ആണ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ. ഒരു എയർപോർട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിലേ പോയെന്നിരിക്കട്ടെ, എന്നാൽ പോയി അങ്ങോട്ട് അദ്ദേഹത്തെ പോയി ഒന്ന് ഇടിച്ച് കയറി സാറേ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാൻ പോയി അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത, സ്വകാര്യത, അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ, അദ്ദേഹം പോയിക്കോട്ടെ, ഞാനായിട്ട് ഒരു ഉത്തരവത്തിനും പോലെ എന്നെ കാണുകയേ വേണ്ട എന്ന് വിചാരിച്ച് മാറിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അങ്ങനെ സ്വഭാവമുള്ളവനും ജീവിക്കാമെന്നുള്ളത് തെളിയിച്ചല്ലോ ലോകം. അത് സത്യമാണ്. അപ്പൊ നെറ്റ്വർക്കിംഗിലൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഹാർഡ് വർക്ക് ആൻഡ് നമ്മുടെ പണി മാത്രമാണ് നമുക്ക്. അത് മാത്രമേ എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. ഒരു സഹായം എനിക്ക് വേറൊരിടത്തൊന്നും അധികം കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു ചാൻസോ മറ്റുള്ളവരുടെ ഒത്തിരി സഹായം കൊണ്ടോ പ്രോത്സാഹനം കൊണ്ടോ സ്പോൺസർഷിപ്പോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട്, ഇതെങ്ങനെ ആളുകൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുക ഇല്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പണിയെടുക്കുക, കഠിനമായി അധ്വാനിക്കുക. ചിലർക്ക് ഭാഗ്യം എന്ന് പറയുന്നൊരു സാധനം അവരുടെ പുറകെ വരും. നമുക്ക് അത്രയൊന്നും ഭാഗ്യമില്ലെങ്കിൽ നമ്മൾ നിരന്തരം ജോലി ചെയ്യുകയും അതിന് ക്വാളിറ്റിയുള്ള യുണീക്കായ മനുഷ്യന് ആവശ്യമുള്ളൊരു ജോലി ആയിരിക്കണം ചെയ്യേണ്ടത്. മണ്ടത്തരം കാണിച്ചിട്ട് കാര്യമില്ല. ഒരാൾക്കും വേണ്ടാത്തൊരു സാധനത്തിന് പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ല. ആളുകൾക്ക് താല്പര്യമുള്ള ഒരു സാധനം ചെയ്യുക. പിന്നെ ഇതൊന്നും ശാശ്വതമല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ നാളെയൊക്കെ മറ്റന്നാൾ നമ്മൾ വേറെ പണിക്കൊക്കെ പോകേണ്ടി വരും. അതും വാസ്തവമാണ്. അല്ലാതെ എക്കാലവും ഇപ്പോൾ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, അല്ലെ ന്യൂസ് പേപ്പറുകളുടെ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വാരികകൾ, ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിറ്റിരുന്ന വാരികൾ വല്ലതും ഇന്നുണ്ടോ? വളരെ കുറവാണ്, തീരെയില്ല. മംഗളം എന്നൊക്കെ പറഞ്ഞ പോലെ 16 ലക്ഷം 20 ലക്ഷം ഒക്കെ വിറ്റിരുന്ന പല പ്രസിദ്ധീകരണങ്ങളും ഇന്നില്ല. അപ്പോൾ ഒരു സൈക്കിളുണ്ട് ഏത് പ്രോഡക്റ്റിനും, അല്ലെങ്കിൽ ഏത് സർവീസിനും, ഏത് കൺസെപ്റ്റിനും. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതനുസരിച്ച് പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ മാറണം, പുതിയ ശൈലി കൊണ്ടുവരണം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളുടെ പ്രേക്ഷകരും ഒക്കെ അതിന് സമ്മതിച്ചെന്ന് വരില്ല. പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ട്രാപ്പിലാകും, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും, നിങ്ങൾ പട്ടിണിയാവും. അതനുസരിച്ച് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ ഔട്ടാ. അപ്പം ഞാൻ നാളെ എന്ത് ചെയ്യാമെന്നാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നാളെ പുതിയൊരു കാര്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ഓക്കെ, അപ്പം എന്താ പറഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് പുതിയ ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങളെയും കാണിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ.
ലേബർ ഇന്ത്യയുടെ ഒരു തുടക്കം എങ്ങനെയാണ്? കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് എൻ്റെ പാഠപുസ്തകത്തെക്കാൾ കൂടുതലും വീട്ടിൽ നിന്ന് മേടിച്ചെന്നിട്ട് നമുക്ക് എളുപ്പം അതാണല്ലോ, ലേബർ ഇന്ത്യ റെഫർ ചെയ്യാന്നുള്ളതാണല്ലോ. അങ്ങനെയാണ് ഞാൻ ലേബർ ഇന്ത്യ പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല സാറിൻ്റെ ആയിരുന്നത്. പിന്നെ പണ്ട് എപ്പോഴും അമ്മ പറഞ്ഞൊരു ഓർമ്മയാണ്, ഇതും നമ്മുടെ സന്തോഷ് സാറിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം യാത്രകൾ ഒരു സൈഡിൽ നിൽക്കണു, പക്ഷെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇറക്കണു. അതിൻ്റെ ഒരു തോട്ട് പോണത് എങ്ങനെയാണ് ആ ഒരു സമയത്ത്? ഇല്ല, ഈ ലേബർ ഇന്ത്യ ആരംഭിച്ചത് എൻ്റെ പിതാവാണ്. 80s ആരംഭിച്ചത്, 83 ആരംഭിച്ചതാണ്. 97 മുതലാണ് ഞാൻ അതിൻ്റെ ചുമതല എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ഫാദർ ആ സമയത്ത് 90s തുടക്കത്തിൽ ഒരു സ്കൂൾ ആരംഭിച്ച് ആ പ്രവർത്തനങ്ങളായിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും, ആ സമയത്ത് ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം കുറച്ച് വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ മീഡിയ ആയിരുന്നു എൻ്റെ താല്പര്യവും, മീഡിയയിലാണ് എനിക്ക് പ്രവർത്തിക്കാൻ മിടുക്കുള്ളതെന്നും എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കാലത്ത് തന്നെ ഞാൻ ടെലിവിഷൻ്റെ പ്രൊഡക്ഷനും ഒക്കെ ആരംഭിച്ചിരുന്നെങ്കിലും ലേബർ ഇന്ത്യയുടെയും കൂടെ ചുമതല ഞാൻ എടുക്കുക ചെയ്തത്. അപ്പോൾ ആ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം, ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ലേബർ ഇന്ത്യക്ക് സ്കൂളും കോളേജും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എൻ്റെ ചുമതല വരുന്നതോ ഞാൻ ഇടപെടുന്നതോ മേഖലകളല്ല. അത് എൻ്റെ കുടുംബത്തിലെ തന്നെ വേറെ ആളുകളാണ് നടത്തുന്നത്. എനിക്കതിനകത്ത് ഒരു റോളും ഇല്ല. അവിടുത്തെ പ്രവർത്തനങ്ങളിലോ അവിടുത്തെ പോളിസി മേക്കിങ്ങിലോ ഒരു കാര്യത്തിലും. ഇപ്പം എന്താണ് ഈ റിലയൻസിൻ്റെ അല്ലെങ്കിൽ ആലുക്കാസിൻ്റെ ഒക്കെ ഫാമിലി പലരുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ലേബർ ഇന്ത്യയുടെ പ്രസിദ്ധീകരണം, അതാണ് ഇവിടെ ഈ നമ്മുടെ ഈ ക്യാമ്പസിൽ നടക്കുന്ന ഒരു പ്രധാന ജോലി. പിന്നെ സഫാരി TV, പിന്നെ സഞ്ചാരം എന്ന് പറയുന്ന ടൂർ കമ്പനി, ഈ 3 സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. ഓക്കെ. അപ്പം ലേബർ ഇന്ത്യ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ടീച്ചേഴ്സാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് എന്താണ്? അധ്യാപകർ പ്രധാനമായിട്ടും ഇതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ്. അതായത് ഇതിനകത്തെ കണ്ടന്റ് എഴുതുന്നത് മുഴുവൻ അധ്യാപകരാണ്. പിന്നെ അതിനെ എഡിറ്റ് ചെയ്യുന്നത് ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും, പിന്നെ വർഷങ്ങളോളം ഒരു 10-20 വർഷമെങ്കിലും ലേബർ ഇന്ത്യയുടെ എഡിറ്റോറിയൽ പ്രവർത്തിച്ച സീനിയറായ ആളുകളുമാണ് അതിനെ എഡിറ്റ് ചെയ്യുന്നത്. എഴുതിയാൽ മാത്രം പോരാ, അതിനെ എഡിറ്റ് ചെയ്യണം. അത് സ്ക്രൂട്ടിനി ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അതിന് വേണ്ട അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്സ് ചേർക്കണം, അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യണം, അതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് മുതൽ ലേഔട്ട് മുതലുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടാകണം. ഇതിനൊക്കെ വേണ്ട ആർട്ടിസ്റ്റുകൾ, ജേർണലിസ്റ്റുകൾ, അതായത് ആർട്ടിസ്റ്റുകൾ, ജേർണലിസ്റ്റുകൾ, എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ്, ഇവരുടെ ഒരു കോമ്പിനേഷനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്.